സോ നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് കൺട്രോൾ എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിൽ വരുന്നതാണ് മെറ്റീരിയൽസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ. നമുക്കറിയാം മെറ്റീരിയൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസിന്റെ പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും കൺസംഷനും ഒരു റെഗുലർ ആൻഡ് ടൈംലി മാനറിൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യണം. ഓവർ സ്റ്റോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ വരാനും പാടില്ല. സോ ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിനെ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയും. ഇത് നമ്മൾ നോക്കി. മെറ്റീരിയൽ കൺട്രോളിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: പർച്ചേസ് കൺട്രോൾ, സ്റ്റോഴ്സ് കൺട്രോൾ, ഇഷ്യൂ കൺട്രോൾ. അതിൽ ആദ്യത്തേതാണ് പർച്ചേസ് കൺട്രോൾ. അപ്പോൾ ഒരു മെറ്റീരിയൽ കൺട്രോളിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പർച്ചേസ് കൺട്രോൾ. ഒരു മെറ്റീരിയൽ പർച്ചേസിന്റെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുകയും കൺസേൺഡും ആണ് ഈ പർച്ചേസ് കൺട്രോള്. അത് പല സ്റ്റേജസിലായിട്ട് ആ മെറ്റീരിയലിന്റെ പർച്ചേസിന്റെ പല സ്റ്റേജസിലായിട്ടാണ് പർച്ചേസ് കൺട്രോൾ നടക്കുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസ് കൺട്രോളില് പർച്ചേസ് പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കൽ മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ടെക്നിക്കുകളൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ഓരോ സ്റ്റേജസിലും നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് കൺട്രോളിന്റെ ഒരു രീതി. പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് റിക്വസിഷൻസ് റിസീവ് ചെയ്യുക. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരുപാട് റോ മെറ്റീരിയൽ, പല പ്രോഡക്ട്സ് ഉണ്ടാവും, പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ്, കമ്പണൻസ്, സ്പെയർ കൺസ്യൂമബിൾസ്, ഇതൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. സോ ആ പർച്ചേസ് റിക്വസ്റ്റുകൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ടെൻഡറും കൊട്ടേഷനോ ഇൻവൈറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ, അവർ റീസണബിളി നല്ല ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് റീസണബിൾ കോസ്റ്റിൽ ഏത് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു അതിന് നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ ക്ഷണിക്കുക വെച്ചാൽ ലീസ്റ്റ് കോട്ടഡ് ഇതെന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ അതിനിങ്ങനെ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുക, സപ്ലയറിനെ സെലക്ട് ചെയ്യുക, അവർക്ക് പർച്ചേസ് ഓർഡർ എന്ന മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി വേണം എന്ന് പറഞ്ഞ ഓർഡറുകൾ പ്ലേസ് ചെയ്യുക, മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, ഓർഡർ ചെയ്ത മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, അതിനെ ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കൊടുത്ത നമ്മളുടെ അവർ തന്ന ഇൻവോയ്സും നമ്മുടെ റിക്വയർമെന്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് പേയ്മെന്റ് നടത്തുക. ഇത്രയും സംഭവങ്ങൾ അടങ്ങുന്നതാണ് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ പർച്ചേസ് പ്രൊസീജിയറിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് പർച്ചേസിന്റെ പല സ്റ്റേജസിൽ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതങ്ങനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റഡ് ടെക്നിക്സ് ആയിട്ടൊന്നും പറയുന്നില്ല. പർച്ചേസ് റിക്വസിഷൻസ് റിസീവ് ചെയ്യുന്നതിനും, കൊട്ടേഷൻ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നതിനും, സപ്ലയറെ സെലക്ട് ചെയ്യുന്നതിനും, അവർക്ക് ഓർഡർ പർച്ചേസ് ചെയ്യുന്നതിനും, മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നതിനും, ഇൻസ്പെക്ട് ചെയ്യുന്നതിനും, ഇൻവോയ്സ് വെരിഫൈ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതിനൊക്കെ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരിക്കും. അവർ ചെയ്തു പോരുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ആ ചെയ്തു പോരുന്ന രീതി, ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആസ്പെക്ട് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റോഴ്സ് കൺട്രോൾ ആണ്. ആ പേരിൽ തന്നെ വ്യക്തമാണ്, സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കൺട്രോൾ. ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിച്ച മെറ്റീരിയൽസ് നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നത് വരെ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കൺട്രോളിനെയാണ് സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു കീപ്പിംഗ് ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് അണ്ടർ സേഫ് കസ്റ്റഡി അൺടിൽ ദേ ആർ റിക്വയർഡ് ഫോർ കൺസംഷൻ. അതെല്ലോ, അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ മെറ്റീരിയൽസ് വാങ്ങിച്ചത് ആ കൺസംഷൻ എത്തുന്നത് വരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് സ്റ്റോഴ്സ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാന്ന് മാത്രമല്ല, മെറ്റീരിയൽസിനെ പ്രൊട്ടക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ്
മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഒരു എഫിഷ്യന്റ് സ്റ്റോർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നല്ലൊരു സ്റ്റോർ കൺട്രോൾ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജുമായി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന നഷ്ടം കുറയും, സ്റ്റോറേജ് കോസ്റ്റ് കുറയും, അങ്ങനെ തന്നെ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ മെറ്റീരിയൽ കൺട്രോളില് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം, സ്റ്റോർ ചെയ്യുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഇഷ്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഇഷ്യൂ ചെയ്യാം, ഇതാണ് നമ്മൾ പൊതുവെ നോക്കുന്നത്. അപ്പൊ അതിൽ പർച്ചേസ് നോക്കിയപ്പോൾ അതിൽ ഒരു പർച്ചേസ് പ്രൊസീജിയർ ഉണ്ട്. അത് ഓരോ ഓർഗനൈസേഷനും ഒരു വെൽ ഡിഫൈൻഡ് പർച്ചേസ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് അതിന്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പർച്ചേസിന്റെ പ്രൊസീജിയർ. ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ അപ്പൊ ഉപയോഗിക്കുമെന്നായിരിക്കില്ല, അത് പിന്നീട് ഒരു ആവശ്യത്തിനായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ പിന്നീട് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരെ അതിനെ സ്റ്റോർ ചെയ്യണം. ആ നിലയിൽ സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയിൽ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമല്ല, എന്തെല്ലാം സാധനങ്ങൾ എത്രയെല്ലാം ക്വാണ്ടിറ്റി എന്നുവരെ സ്റ്റോറിലുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി സൂക്ഷിക്കുന്നത് സ്റ്റോർസ് കൺട്രോളിലാണ്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നഷ്ടം കുറയും, സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് കുറയും, അതുവഴി മെറ്റീരിയൽ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. സോ ഇതാണ് നമ്മളുടെ സ്റ്റോർ കൺട്രോൾ. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റോഴ്സ് റെക്കോർഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെക്കോർഡാണ്. നമ്മൾ പറഞ്ഞല്ലോ, സാധനങ്ങൾ ഭംഗിയായി വൃത്തിയായി നഷ്ടം വരാതെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, അതിനുപരി ഇങ്ങനെയുള്ള സാധനങ്ങള് ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് റെക്കോർഡ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റോർ കൺട്രോളിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം മെറ്റീരിയൽ റെക്കോർഡ്സ് വേണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്, ഒരു ബിൻ കാർഡും ഉണ്ട്, ഒരു സ്റ്റോർസ് ലെഡ്ജറും ഉണ്ട്. ബിൻ എന്ന് വെച്ചാൽ എന്താന്ന് അറിഞ്ഞാല് ബിൻ കാർഡ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബിൻ എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നർ ആണ്, നമ്മൾ വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ കണ്ടെയ്നർ. അതിൻ്റെ ഉള്ളിലാണ് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും സൂക്ഷിക്കുന്നത്. അത് ചിലപ്പോ റാക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഷെൽഫ് ആവാം, അല്ലെങ്കിൽ ഒരു ബാഗ് ആവാം, അല്ലെങ്കിൽ ഒരു ടിന്നാവാം, ചിലപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് വേണമെങ്കിലും ആവാം. ഓരോ ഐറ്റത്തിനെയും ഓരോ സെപ്പറേറ്റ് ബിന്നിലാണ് സൂക്ഷിക്കുന്നത്. ഈ ഓരോ ബിന്നിനോടും കൂടിയിട്ട് ഒരു കാർഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എ കാർഡ് ഈസ് അറ്റാച്ച് ടു എവറി ബിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിന്നിനകത്ത് സൂക്ഷിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡാണ് ആ കാർഡില്. ആ ഒരു കാർഡിനെയാണ് നമ്മൾ ബിൻ കാർഡ് എന്ന് പറയാം. ഈ ബിൻ കാർഡിൽ എന്തൊക്കെയാ ഡീറ്റെയിൽസ് ഉണ്ടാവുക വെച്ചാൽ, റിസീവ് ചെയ്തത് ആ ബിന്നിന്റെ ഉള്ളിലുള്ള മെറ്റീരിയല് റിസീവ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, ഇഷ്യൂ ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, ബാലൻസ് എത്ര മെറ്റീരിയൽസ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട് എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ ഇതില് വാല്യൂ ഇല്ല, അതായത് ഇത്ര വിലയുടെ മെറ്റീരിയൽസ് ആണെന്നുള്ളത് ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യില്ല, ക്വാണ്ടിറ്റി മാത്രം. ഓരോ റെസീറ്റും ഇഷ്യൂ ഓഫ് ദ മെറ്റീരിയൽസ് ഇൻഡിവിജ്വലി എൻറ്റർ ചെയ്ത് പുതിയ ബാലൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാല് ബിൻ കാർഡില് ഡേറ്റ പക്കയാവുള്ളൂ. ബിൻ കാർഡില് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, മെറ്റീരിയലിനെ കുറിച്ച് കോഡ് നമ്പർ ഉണ്ടാവും, സ്റ്റോക്ക് ലെവൽ ഉണ്ടാവും, ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു മെറ്റീരിയലിന്റെ വിശദാംശങ്ങൾ ആ ബിൻ കാർഡിൽ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറയുന്നത് എന്താന്ന് വെച്ചാൽ, ബിന്ന് തൊടുന്നതിന് മുമ്പ് ബിൻ കാർഡ് യു വിൽ ഹാവ് ടു ടച്ച് ദ ബിൻ ഓൺലി ആഫ്റ്റർ ടച്ചിങ് ദ ബിൻ കാർഡ് എന്നാണ്. ബിൻ കാർഡ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബിന്ന് തുറന്ന് സാധനം എടുക്കാൻ പാടുള്ളൂ എന്നാണ്. ബിൻ കാർഡിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കോഡ് നമ്പർ ഉണ്ട്, സ്റ്റോക്ക് ലെവൽ ഉണ്ട്, ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഓരോ റെസീറ്റും ഇഷ്യൂന്റെയും സമയത്ത് ഈ നമ്പറിൽ വ്യത്യാസം വരും. ഇത് വ്യത്യാസം വന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക, അതാണ് ഒരു റെക്കോർഡ്. അപ്പൊ ബിൻ കാർഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ബിന്നിനകത്ത് എത്ര മെറ്റീരിയൽ ബാക്കിയുണ്ട്, എത്ര ഇഷ്യൂ വന്നിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട്, എന്താണ് മെറ്റീരിയൽ, അതിന്റെ കോഡ് നമ്പർ എന്താണ്, സ്റ്റോക്ക് ലെവൽ എത്രയാണ്, നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്, ഇതൊക്കെ ആ ബിൻ കാർഡ് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതാണ് ഒരു കാർഡ്, ഒരു മെറ്റീരിയൽ റെക്കോർഡ് എന്ന് പറയുന്നത് ബിൻ കാർഡ്. ഇനി
നെക്സ്റ്റ് ആണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇത് മെറ്റീരിയൽ റെക്കോർഡ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബൈ സ്റ്റോഴ്സ് അക്കൗണ്ട്. സ്റ്റോർ അക്കൗണ്ടന്റ് കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽസിനെ കുറിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് ഈ സ്റ്റോഴ്സ് ലെഡ്ജർ. ഇതിലും ബിന്നിലെ പോലെ റെസീറ്റും ഇഷ്യൂയും ബാലൻസുമാണ് ഉണ്ടാവുക. പക്ഷേ ബിൻ കാർഡ് പോലെ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് വാല്യൂ. അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു ഇത്ര രൂപയ്ക്ക്, ഇത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തു ഇത്ര ബാലൻസ് ഉണ്ട്, അത് ക്വാണ്ടിറ്റിയുടെ ടേംസിൽ മാത്രമല്ല വാല്യൂ ഓഫ് ദ മെറ്റീരിയൽസിന്റെ ടേംസിലും കൂടി എൻറ്റർ ചെയ്യും സ്റ്റോഴ്സ് ലെഡ്ജറിൽ. അപ്പൊ അത് ഓരോ ഐറ്റത്തിനും ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽസിന് സ്റ്റോഴ്സ് ലെഡ്ജർ ഉണ്ടായിരിക്കും. ബിൻ കാർഡിലുള്ള അതേ പർട്ടിക്കുലേഴ്സ് ആണ് ഡിസ്ക്രിപ്ഷന്, കോഡ് നമ്പർ, സ്റ്റോക്ക് ലെവൽ, ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഇതാണ്. ഇതിന് പുറമെ ഈ റിസീവ് ചെയ്ത മെറ്റീരിയൽസിന്റെ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ഇൻ സ്റ്റോക്ക്. അതായത് എത്ര രൂപയ്ക്ക് മെറ്റീരിയൽസ് റിസീവ് ചെയ്തു, എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു, എത്ര രൂപയുടെ മെറ്റീരിയൽസ് ബാലൻസ് ഉണ്ട് എന്നത് ആ വാല്യൂഡ് ടേംസിലും കൂടി ഉണ്ടാകുന്ന സ്റ്റോഴ്സ് അക്കൗണ്ടന്റ് കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ മെറ്റീരിയലിനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെഡ്ജറിനെയാണ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയാം.